ഹായ് മുത്തുമണീസ്, അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുള്ളത് കൊച്ചിയിലാണ്. കൊച്ചിയിൽ വന്നാൽ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഏകദേശം എത്ര സ്ഥലം വിസിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയാണ് വീഡിയോ. അപ്പോൾ ആദ്യമായി ഞാൻ വന്നിട്ടുള്ളത് ഇവിടെ നമ്മുടെ ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചി വിസിറ്റ് ചെയ്യുന്ന ആളുകൾ നിർബന്ധമായും കാണേണ്ട കാഴ്ചയാണ് ഇവിടുത്തെ ചീനവലകൾ. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ നമ്മുടെ കേരളത്തിലേക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. നമ്മൾക്ക് കേരളത്തിൽ കാണുന്ന മത്സ്യബന്ധന രീതിയിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു മത്സ്യബന്ധന രീതിയാണ് ഇത്. ഞങ്ങൾ വന്ന സമയം ഏകദേശം ഉച്ചയായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മീൻ പിടിക്കുന്ന സമയമല്ല. അതുകൊണ്ട് അത്തരത്തിൽ കാഴ്ചകളൊന്നും നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴിഞ്ഞില്ല. അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നേരെ പുറത്തിറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് ഫോർട്ട് കൊച്ചിയിലെ ആ ഓൾഡ് സ്ട്രീറ്റിലേക്കാണ്. പുറത്തേക്ക് ഇറങ്ങിയാൽ നമുക്ക് ഒരുപാട് ഗൈഡുമാരവിടെ കാണാൻ കഴിഞ്ഞു. ഇപ്പോൾ ഓട്ടോ ഡ്രൈവർമാരാണ് ഇവിടെ മെയിനായിട്ട് ഗൈഡുമാരായിട്ടുള്ളത്. അപ്പോൾ അവരെ ഒരു പാക്കേജ് പരിചയപ്പെടുത്തി 600 രൂപ കൊണ്ട് ഏകദേശം 2 മണിക്കൂർ കൊണ്ട് 10ഓളം സ്ഥലങ്ങൾ അവർ കാണിക്കാമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാനേതായാലും അതിന് നിന്നില്ല കേട്ടോ. ഇവിടെ ബീച്ചിനോട് ചേർന്ന് ഒരുപാട് മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കാലത്ത് മരങ്ങളൊക്കെ നശിപ്പിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കാഴ്ചകൾ വളരെ അപൂർവമാണ്. അതുപോലെ ടൂറിസ്റ്റുകളെയും കാത്ത് ഒരുപാട് തെരുവോര കച്ചവടക്കാരെയും നമുക്കിവിടെ കാണാം. ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് തന്നെയാണ് ഇവിടുത്തെ ബാസ്റ്റൺ ബംഗ്ലാവും ഇവിടുത്തെ ഓൾഡ് സ്ട്രീറ്റായ പ്രിൻസസ് സ്ട്രീറ്റും ഉള്ളത്. അങ്ങനെ അവിടുത്തെ 5 മിനിറ്റ് നടന്ന് നമ്മുടെ ആ ഓൾഡ് സ്ട്രീറ്റിൻ്റെ ആ എൻട്രൻസിലെത്തിയിട്ടാണ് നമ്മുടെ മുമ്പിൽ കാണുന്ന ആ വീടുണ്ടല്ല, അതിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് അറിയാം? ഇപ്പോൾ വീഡിയോ കാണുന്ന മിക്ക ആളുകൾക്കും അറിയുന്ന ആ ഒരു വീടും കൂടിയാണത്. ബിഗ് ബി എന്ന ഒറ്റ സിനിമ കൊണ്ട് ഫേമസ് ആയ ഒരു വീടാണിത്. നിങ്ങൾ റീൽസിലൊക്കെ ഈ വീട് ഒരുപാട് കണ്ടിട്ടുണ്ടാവും. പണ്ട് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്ത് കൊച്ചി എങ്ങനെയായിരുന്നു എന്നതിന് ഏറ്റവും നല്ല ഒരു കാഴ്ചയാണ് ഇപ്പോഴും ഇവിടെ ഈ സ്ട്രീറ്റിലുള്ളത്. കാരണം അന്നത്തെ അതേ ബിൽഡിങ് ഇവർ വളരെ നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്നു. ഇവിടെ ഓരോ ബിൽഡിങ്ങും നമുക്ക് കണ്ടാലറിയാം, ഓരോ തരത്തിലുള്ള വ്യത്യസ്തമായ ഓരോ ബിൽഡിങ്ങാണ് ഇവിടെ ഉള്ളത്. വളരെ മനോഹരമായ രീതിയിലാണ് അവ ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത്. ഫോട്ടോഷൂട്ടൊക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ലൊക്കേഷനാണിത്. അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നടക്കുമ്പോഴാണ് ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയത്. ഇപ്പോൾ ചാറ്റൽ മഴയൊന്നും നമ്മളെ യാത്രയെ ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. മുമ്പ് നമ്മൾ ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു യാത്ര അനുഭൂതിയാണ് ഈ യാത്ര കൊണ്ട് നമുക്ക് കിട്ടിയത്. അപ്പോൾ ഇവിടെ വിട്ട് പോകാൻ തോന്നിയില്ല, കാരണം അത്രയും മനോഹരമായ വ്യൂ ആണ് ഏത് ഭാഗത്ത് നോക്കിയാലും കിട്ടുന്നത്. മുന്നോട്ട് നടന്നപ്പോൾ ചെടികൾ കൊണ്ട് അലങ്കരിച്ച ഒരു വ്യത്യസ്തമായ റെസ്റ്റോറൻറ്റ് കാണാൻ കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ ഉള്ളത് കൊണ്ട് തന്നെയാണ് സഞ്ചാരികളെ വീണ്ടും വീണ്ടും ഇങ്ങോട്ട് വരാൻ പ്രേരിപ്പിക്കുന്നത്. അങ്ങനെ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് നേരെ പുറത്തിറങ്ങി. ഇനി അടുത്ത യാത്ര ഫോർട്ട് കൊച്ചി ബീച്ചിലേക്കാണ്. ബീച്ചിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംഭവം അവിടെ കാണാൻ കഴിഞ്ഞത്. ആദ്യം എന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴാണ് കാര്യം പിടികിട്ടിയത്.
പണ്ട് കാലങ്ങളിൽ കപ്പലുകളിൽ സ്റ്റീമിങ്ങിന് വേണ്ടി ഉപയോഗിച്ച ഒരു സംഭവമാണിത്. ഒരുപാട് പഴക്കം ചെന്ന അവ ഇപ്പോഴും ഇവിടെ സംരക്ഷിച്ചു പോകുന്നു. ഇവിടെ ചെറിയ ചാറ്റൽ മഴ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വന്ന സമയം ഉച്ച ആയതുകൊണ്ടാണ് ഇവിടെ ആളുകൾ കുറഞ്ഞതായി കാണുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒരുപാട് ആളുകളാണ് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ വേണ്ടി ഇവിടെ എത്തുന്നത്. അവിടുത്തെ കാഴ്ചകൾ കണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു സംഭവം കാണാൻ ഇടയായത്. നമ്മൾ കടലിലേക്ക് വലിച്ചെറിഞ്ഞ മാലിന്യങ്ങൾ അത് കരക്കടഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വേസ്റ്റുകൾ കടലിലേക്ക് നിങ്ങൾ ഒരിക്കലും വലിച്ചെറിയരുത്. ഇനി അടുത്തായി നമ്മൾ പോകുന്നത് നമ്മൾ ബാസ്റ്റൺ ബംഗ്ലാവിലേക്കാണ്. ഇപ്പോൾ ഫോർട്ട് കൊച്ചി ബീച്ചിനടുത്ത് തന്നെയാണ് ഇതും സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടുത്തെ സന്ദർശന സമയം രാവിലെ 9 മണി മുതൽ വൈകിട്ട് 4:30 വരെയാണ്. ഉച്ചയ്ക്ക് 1 മണി മുതൽ 2 മണി വരെ ഇവിടുത്തെ ലഞ്ച് ടൈമാണ്. അപ്പോൾ ഇവിടെ വിസിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകൾ ആ കാര്യം ശ്രദ്ധിക്കുക. ഇവിടെ ടിക്കറ്റ് ചാർജായി മുതിർന്നവർക്ക് 35 രൂപയാണ് ഈടാക്കുന്നത്. അങ്ങനെ നേരെ പോയി ടിക്കറ്റൊക്കെ എടുത്ത് നമുക്ക് പോകേണ്ടത് മുകളിലോട്ടാണ്. ഇപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കേസ് ഉണ്ട്. നേരെ കയറി ചെല്ലുമ്പോൾ ഇവിടെ നമുക്ക് നന്നങ്ങാടി കാണാം കേട്ടോ. ഏകദേശം 4 അവിടെ ഇരിക്കുന്നുണ്ട്. ഒരുപാട് പഴക്കം ചെന്ന നന്നങ്ങാടിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ആദ്യമായി കയറി ചെല്ലുമ്പോൾ വലതുഭാഗത്തായി ഒരു ചെറിയ റൂം കാണാം. അപ്പോൾ ഈ ബാസ്റ്റൺ ബംഗ്ലാവിൻ്റെ ഒരു രൂപം അതിൽ വരച്ചിട്ടുണ്ട്. പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു മാപ്പിൻ്റെ ഒരു രൂപമാണ് ഈ കാണുന്നത്. ഇങ്ങോട്ട് വന്നപ്പോൾ എനിക്കിഷ്ടപ്പെട്ട മറ്റൊരു സംഭവം, ഇവിടെ ഡച്ച് മാതൃകയിലുള്ളൊരു കിച്ചൺ കാണാൻ കഴിഞ്ഞു. നമ്മൾ കേരളത്തിൽ കാണുന്ന കിച്ചണിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു കിച്ചൺ കൂടിയാണിത്. ഈ കിച്ചനെ പറ്റിയിട്ടുള്ള ഒരു സമ്പൂർണ്ണ വിവരങ്ങളടങ്ങിയ മലയാളത്തിലും അതുപോലെ ഇംഗ്ലീഷിലുമുള്ള ഒരു ബോർഡ് നമുക്ക് ഇവിടെ കാണാം. കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പുറത്തിറങ്ങുന്നത് മട്ടുവാവിലേക്കാണ്. ഇവിടെ ഇടത് സൈഡിൽ ഒരു അമ്മിക്കല്ലും അമ്മിയൊക്കെ കാണാം. ഇവിടെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, ഇതിൻ്റെ മുകളിൽ നട്ടുപിടിപ്പിച്ച വലിയ വലിയ മരങ്ങളാണ്. ഇതിൻ്റെ മുകളിൽ നിന്നാൽ നമ്മൾ ഫോർട്ട് കൊച്ചി ബീച്ചിൻ്റെ ആ മനോഹരമായ ദൃശ്യം നമുക്ക് ഇവിടുന്ന് കാണാൻ കഴിയും.
ഇവിടെ നമുക്കൊരു ചെറിയൊരു പീരങ്കി ഇരിക്കുന്നത് കാണാം. ബംഗ്ലാവിൻ്റെ അടുത്തായിട്ട് ചെറിയൊരു ഗാർഡൻ ഉണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിയാണ് ഈ കാണുന്നത്. ഇവിടെ കരിങ്കല്ലിൽ തീർത്ത ഒരുപാട് പ്രതിമകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പശ്ചിമ ബംഗാളിലെ കാഴ്ചകളൊക്കെ കണ്ടിറങ്ങി. ഇനി നമുക്ക് പോകേണ്ടത് മട്ടാഞ്ചേരിയിലേക്കാണ്. അപ്പോൾ മട്ടാഞ്ചേരിയിൽ വന്നപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പണ്ടാരിസ് ബിരിയാണി റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. ഇവിടുത്തെ ഏറ്റവും ഫേമസ് ആയ ഒരു റെസ്റ്റോറൻ്റാണ്. ഇവിടെ ഫുഡിനെ പറ്റി പറയുകയാണെങ്കിൽ അടിപൊളി ബിരിയാണി ആയിരുന്നു. മട്ടാഞ്ചേരി പാലസിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ റെസ്റ്റോറൻ്റ് ഉള്ളത്. ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഇങ്ങോട്ട് ഏകദേശം 3 കിലോമീറ്ററിൻ്റെ അടുത്താണ് ഡിസ്റ്റൻസ് ഉള്ളത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ ഇങ്ങോട്ട് പോകുന്നു. അപ്പോൾ ദൂരെ ദിക്കിൽ നിന്ന് തന്നെ മട്ടാഞ്ചേരി പാലസിൻ്റെ ഭാഗം നമുക്ക് കാണാൻ കഴിയും. ഇവിടെ ടിക്കറ്റ് ചാർജായി വെറും 5 രൂപ മാത്രമേ ഈടാക്കുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഇതുപോലെ വ്യത്യസ്തമായ യാത്രാ വീഡിയോസുമായി വീണ്ടും വരാം.